മാധു, ഇത് കൊള്ളാലോ പരിപാടി. ആകാശം, മേഘങ്ങൾ. പ്രേക്ഷകരുടെ അറിയിപ്പിനായിട്ട് പറയാണ്, ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ഭൂമിയിലല്ല, ദേവന്മാരും അസുരന്മാരും നമ്മളെ ഇങ്ങോട്ട് പ്രത്യേകം ക്ഷണിച്ചിട്ട് റോക്ക് ആൻഡ് റോൾ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അതെ, ഈ സ്പെഷ്യൽ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ആനന്ദലഹരിയിൽ താറടിക്കാൻ അല്ല, ആനന്ദലഹരിയിൽ ആറാടിക്കാൻ ദേവാസുരത്തിലെ ദേവസുന്ദരിമാർ വരട്ടെ. അപ്സര സുന്ദരിമാർ വരുന്നു. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക്. കല്ലു, എന്താ താളം, എന്താ ലയം, എന്താ പെർഫോമൻസ്. സത്യത്തിലുണ്ടല്ലോ, ഭൂമിയിൽ ഇമ്മാതിരി ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിക്കും ഇതെല്ലാവരും നിങ്ങളുടെ ഡാൻസേഴ്സ് ആണോ? കുറച്ച് ഡാൻസേഴ്സിനെ ഞങ്ങൾ പുറത്തുനിന്ന് വിളിച്ചതാണ്. നിങ്ങൾ പൊക്കോളൂ. നിങ്ങളുടെ യാത്രയൊക്കെ സുഖമായിരുന്നു? യാത്ര അസുരജറ്റായ പുഷ്പവിമാനത്തിലെ. ഈ അസുരജറ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സോമരസം കിട്ടി. അതിന്റെ ചെറിയൊരു ഹാങ് ഓവർ ഉണ്ട്. എന്നാൽ കൊട്ടാരം കിച്ചനെ കുറിച്ച് സംഭാരം എടുത്താലോ? വേണ്ട. എന്നാൽ സ്വർണ്ണക്കിണ്ണത്തിനെ കുറിച്ച് പഴങ്ങഞ്ഞി വെള്ളം ഒപ്പിട്ടെടുക്കട്ടെ. രാജകുമാരൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. ഏതോ മിമിക്രി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു തോന്നുന്നു. ചെറുതായിട്ട് മനസ്സിലായെന്നാണ് തോന്നുന്നത്. അച്ഛൻ തിരുമനസാഗ ത്രില്ലാണ്. അസുരന്മാരുമായി ഏറ്റുമുട്ടാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കില്ല. അത് പ്രജകളുടെ കാര്യത്തിലായാലും ശരി, രാജ്യത്തിന്റെ കാര്യത്തിലായാലും ശരി, പെർഫെക്റ്റ് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും ആസനസ്ഥരായാലും. നിങ്ങൾ മധു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മഹാരാജാവിനെ വിളിക്കാം. അതിന്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി വിളിച്ചോ. ഞാൻ വിളിച്ചോ. വീരൻ, വീരാധി വീരൻ, ദേവൻ, ദേവാദി ദേവൻ, രാജൻ, രാജാദി രാജൻ, വീരശൂര പരാക്രമി, ഉല്ലാസകുമാര രാജൻ എഴുന്നേറ്റ് തുള്ളുന്നേ. അത് ഒരളിയ നമസ്കാരം മഹാരാജൻ. നമസ്കാരം. നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് എവിടെ? പിന്നെ മാത്തുവിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ? എം ജി യൂണിവേഴ്സിറ്റിക്കാർ തന്നിട്ടില്ല. എന്താ? ജയിച്ചാലേ തരുള്ളൂ എന്ന് പറഞ്ഞു. നീ ഒന്നും പാച്ച സർട്ടിഫിക്കറ്റ് അല്ലേ ചോദിച്ചത്? പിന്നെ RT-PCR. അത് പേടിക്കണ്ട, ഞങ്ങളൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ്. ഒന്നും പേടിക്കണ്ട. നീ എല്ലാം കൂടി ഞങ്ങൾക്ക് കൊറോണ വന്ന് കൊല്ലുവാടെ. എടോ, ഇവിടുന്ന് 10 മാസ്കും വെച്ചോണ്ട് കാലൻ കേരളത്തിലെ കാലിനെ എടുക്കാൻ പോയതാണ്. ഇപ്പൊ 15 ദിവസമായിട്ട് കാലിനും പോത്തും ക്വാറന്റൈനിലാണ്. അതും തൊഴുത്തില്. ആ പോത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് കാലിന്റെ നിലവിളി കേട്ടോണ്ടല്ലോ, പെറ്റ പോത്ത് പോലും സഹിക്കുകയല്ല. അതെന്താ തൊഴുത്തില്? എടോ, ആ പുല്ലൻ പോത്തിനെ വിട്ട് ഒരു കളിയില്ലെന്ന്. അതല്ലേ എപ്പോഴും പോത്തിന്റെ പുറത്തല്ലേ നടക്കുന്നത്. എന്റെ പൊന്ന് രാജാവെ, പേടിക്കേ വേണ്ട. ഞങ്ങൾ എല്ലാവരും RT-PCR കൊടുത്താണ്, റാപ്പിഡ് ടെസ്റ്റ് കൊടുത്തിട്ട്. അത് വേണം. ഈ ദേവന്മാർ വെറും കിഴങ്ങന്മാരാണെന്ന് വിചാരിച്ചു കുറച്ചു നേരം. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇല്ല. അതാണ് പെർഫെക്റ്റ് ഓക്കെ. പെർഫെക്റ്റ് ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ദേവലോകത്തെ രാജാക്കന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ സാജൻ സൂര്യ രാജകുമാർ. അതെ, മെഗാ രാജ പരമ്പരയിലെ കിരീടം വെക്കാത്ത രാജാവ്. അതെന്താ പുള്ളി കിരീടം വെക്കാത്ത? കിരീടം വെച്ചാ ചൊറിയും. അതെന്താ? തല നിറച്ച താരനാണ്. പക്ഷെ ഇപ്പൊ കിരീടം വെച്ചിട്ടുണ്ടല്ലോ പുള്ളി. ചില പ്രത്യേക ഫംഗ്ഷനൊക്കെ പോകുമ്പോ മാത്രമേ ഈ കിരീടം വെക്കത്തുള്ളൂ. ഇച്ചിരി കഴിഞ്ഞ ഒരു ചൊറിച്ചിലുണ്ട്. ഇത് ഹർഷ രാജകുമാരി, അത് അശ്വതി തമ്പുരാട്ടി. തൊട്ടപ്പുറത്തിരിക്കുന്നത് അർജുന രണതുണ്ട മഹാരാജാവോ? നമുക്ക് മൃഷ്ടാന്ന ഭോജനം കഴിക്കാൻ നേരം മത്സ്യം വിളമ്പില്ലേ? അപ്പോ തുണ്ടം മാത്രമേ ആ പുള്ളി കഴിക്കുള്ളൂ. അങ്ങനെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ആസനസ്ഥനായാലും
ആര്? ഞാൻ തന്നെ. എനിക്ക് അധിക നേരം ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അതെന്താ? കാലിൽ അമ്പുരോഗമുണ്ട്. അമ്പുരോഗം? അതെ അതെ, സാധാരണ ഈ ആണിരോഗമല്ലേ? അത് നിങ്ങളുടെ നാട്ടിൽ, ഇവിടെ അമ്പുരോഗം. ദാ, ഈ നീളമുള്ള അമ്പുകളാണ് കാലിൽ. അധികം നേരം നിൽക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പോയി ഇരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മത്സരം മുറുകും. നമുക്ക് വിളിക്കാം അസുരാദികളെ. ഇതുപോലത്തെ ഡാൻസ് ഞാൻ ഭൂമിയിൽ കണ്ടിട്ടേ ഇല്ല. ഓ, ഇത് പൊളിച്ചു. എന്തായാലും അസുരാദികൾ മുഴുവൻ അവരവരുടേതായിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് പോയാലും. എന്ത് കഷ്ടമാണിത്. ആ, അങ്ങ് അനന്തപുരിയിൽ നിന്നും, അങ്ങ് സാമൂതിരിയുടെ നാട്ടിൽ നിന്നും, മധ്യ തിരുവിതാംകൂറിൽ നിന്നും ദേവരാജാക്കന്മാർ ഇവിടെ എത്തിയിട്ടും തൊട്ടടുത്ത് കിടക്കുന്ന എഴുമുന്ന എന്ന് അസുര രാജാവിന് വരാൻ സമയമായില്ല പോലും. അതെ, അച്ഛൻ രാക്ഷസൻ സെപ്പറേറ്റ് എൻട്രി വേണമെന്ന് പറഞ്ഞ അവിടെ വാശി നിൽക്കുക. സെപ്പറേറ്റ് എൻട്രിയോ? അതെ, നിങ്ങൾക്ക് സെപ്പറേറ്റ് കൺട്രി വേണമെങ്കിൽ ദേവന്മാരെ തോൽപ്പിക്കണം. എന്നാലേ നിങ്ങൾക്ക് സെപ്പറേറ്റ് കൺട്രി കിട്ടൂ. തിരുമനസെ സെപ്പറേറ്റ് കൺട്രി അല്ല, സെപ്പറേറ്റ് എൻട്രി. അവന്റെ അച്ഛന്റെ എൻട്രി. ദേവലോകത്ത് ഷൂട്ടുണ്ടെന്നറിഞ്ഞ് കഴിഞ്ഞ 6 മാസമായി ഒരു മനുഷ്യനെ പോലും കൊല്ലാതെ നൃത്തമുറകൾ അഭ്യസിച്ച് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ രാജ്യം. ആണോ? മര്യാദയ്ക്ക് വിളംബരം ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ യുദ്ധവും തെറിയഭിഷേകവും ആയിരിക്കും നടക്കുക. ഭീഷണിയാണെങ്കിൽ എന്റെ അമ്പിൽ ക്രൂര വിഷം തേച്ച് ഞാൻ അങ്ങോട്ട് ചെയ്യും. തിരുമനസെ അങ്ങനെ പറയരുത്. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടാ? അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല. അമ്പെയ്തുള്ള യുദ്ധമല്ല, ഇത് ഗെയിം ഷോയാ. നടക്കട്ടെ. അസുരലോകം വാടലിടും ദേവഗണത്തിന്റെ പ്രതിപക്ഷം. 8 ദിക്കും വാളും വെച്ച് നടക്കും പോക്കിരി മധുര രാജ. വിഭാണ്ഡക ബൈജു രാജാവ് എഴുന്നള്ളുന്നു. ഏമ്പത്തം വിട്ടതാണോ മഹാരാജൻ? ഇതുപോലെ ഒരു എൻട്രി സ്വപ്നങ്ങളിൽ മാത്രമാണ്. സർവരും മാറിപ്പോയിട്ടോ. മാറോ എന്നങ്ങനെ പാടുകളോടി. അതെ, ക്ഷീണം മാറ്റാൻ കുറച്ച് ആൽക്കഹോൾ തരട്ടെ. ആൽക്കഹോൾ ആണോ? ആൽക്കഹോൾ അല്ലേ? അത് നിങ്ങളുടെ നാട്ടിൽ ആൾക്കാരുണ്ടാക്കുന്നുണ്ട് അവിടെ ആൽക്കഹോൾ. ഓ, ഇതെന്റെ ഫ്രണ്ട് കാലൻ ഉണ്ടാക്കുന്നുണ്ട് ആൽക്കഹോൾ. കുറച്ചെടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. എന്റെ ലഹരി എന്ന് പറയുന്ന റോക്ക് ആൻഡ് റോളാ. ആണോ? ആ, നിനക്ക് കുറച്ചെടുക്കട്ടെ? കിട്ടിയേ കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അടിക്കാറില്ല. അപ്പൊ മാറ്റി വെച്ചാൽ മതി. മാറ്റി വെച്ചാ മതിയോ? നിനക്ക് തരുന്നില്ല. ശരി കല്ലു, ആ. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെ കാര്യത്തിൽ മനുഷ്യന്മാരൊക്കെ ഒരേപോലെ തന്നെ. അതെ. എന്നാലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ അസുരാദികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആയിരിക്കുന്നത് എന്റെ ഭാര്യ വരദേശ്വരി IPS. IPS എന്താ? ഇഡ്ഡലി പാഴ്സൽ സർവീസ്. വരദേശ്വരിയുടെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഇതെന്റെ മൂത്ത മകൻ രതി നിർവേദാസ് MBBS. MBBS ആണ്, ഡോക്ടറാണ്. ഡോക്ടർ ഒന്നുമല്ല, പിന്നെ മാസ്റ്റർ ഓഫ് ബാർബറിംഗ്, ബാച്ചുലർ ഓഫ് ഷേവിംഗ്, ബ്യൂട്ടീഷ്യൻ ആണ്. പിന്നെ ഞാൻ PhD ആണ്. PhDയോ? അതെ, പാച്ച് ഹൈസ്കൂൾ ഡിഫിക്കൽറ്റി. പാസ്ഡ് ഹൈസ്കൂൾ ഡിഫിക്കൽറ്റി. വലിയ പാടായിട്ട് ഹൈസ്കൂൾ പാസ്സായ. അതെ. ആയിരിക്കുന്ന ആളെ കണ്ടില്ല? അതാണ് എന്റെ സജനാസേനേശ്വരി. വേണോ? അവിടെ എന്താ 2 സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നത്? അത് ഞങ്ങളുടെ മൂത്ത മകളുടെ മംഗലം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അവര് ഹണിമൂണിന് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തും. മൂത്ത മകള് ഹരിദാസുര, ഞങ്ങളുടെ മരുമോന്റെ പേര് അഖിലാസുരൻ. കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ദമ്പതിമാരെ ഞാൻ ഈ അസുരന്മാരുടെ ഇടയിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ആ നവ ദമ്പതികളെ സ്വാഗതം ചെയ്യാം. സ്വാഗതം അഖിലാസുരൻ.
കിരീടം പോയി. നീ എന്നെ ഞാൻ ആദ്യ രാത്രിക്ക് ഇത് തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. ഇതെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് അടുത്തോട്ട് ചെല്ലുമ്പോ ഇത് രണ്ടും കൂടെ ഇങ്ങനെ പൊരുത്തിരിക്കും. പിന്നെ 3.5 മണിക്കൂർ എടുക്കും ഇതെടുക്കാൻ. അപ്പോഴത്തേക്ക് നേരം വെളുക്കും കോഴി പോകും. നിങ്ങളുടെ ഹണിമൂൺ എവിടെയായിരുന്നു? ഹണിമൂണ് നമ്മുടെ കാലനൊരു റബ്ബർ തോട്ടമുണ്ട്. അവിടെ കുറെ ഇത് ഏർമാടം കെട്ടിയിട്ടുണ്ട്. അതിനകത്തായിരുന്നു ഹണിമൂൺ. അത് ഈ റബ്ബറില്ലേ, വലിയ റബ്ബർ, അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കും. നമ്മൾ കയറുമ്പോ നിന്ന് ആടും. ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? ഫുഡ് രാവിലെ മാഞ്ചില്ലി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ നിങ്ങളെ ഈ നാട്ടിൽ ഭൂമിയില് ചിക്കൻ ചില്ലി, ബീഫ് ചില്ലി എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇവിടുത്തെ സെറ്റപ്പ് ചില്ലി. ഓ, ഇന്ന ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ രാവിലെ 9 മണിക്ക് മുന്നേ ചെന്നാലേ മാഞ്ചില്ലി കിട്ടും. 9 മണി കഴിഞ്ഞാൽ പിന്നെ 3 മണിയാവുമ്പോ അവരിത് ചൂടാക്കി വെച്ചിരിക്കും. അപ്പൊ പോയി കഴിക്കണം. അതാണ് കുഴപ്പം. ഈ മാഞ്ചില്ലായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫുഡ്. ഉച്ചക്കുണ്ട്. എന്ത് ഉച്ചക്കല്ലേ സൂപ്പർ ഫുഡ്. ഉച്ചക്ക് തലച്ചോറും ചീങ്കണ്ണി പെരട്ടിയത്. ഈ ചീങ്കണ്ണി നിങ്ങൾ പോയിട്ട് പിടിക്കോ? പോകും? ഇല്ലില്ല. ചീങ്കണ്ണി പെരട്ടാൻ സമയം കരയിലൊന്ന് വാ തുറന്ന് കിടക്കും. എന്നെ പെരട്ടെ. പിന്നെ ചിലപ്പോ ചീങ്കണ്ണി ബോറടിക്കുമ്പോ ചട്ടി കയറി ഇങ്ങനെ കിടക്കും. എന്നെ പെരട്ടെന്നും പറഞ്ഞു. 4 ചേച്ചിമാര് ഒരു അറക്കവാളും വെച്ചോണ്ട് 7 മണിക്കൂർ എടുക്കും ഇതിന്റെ ചെതുമ്പലുകളെ. ടേസ്റ്റ് ഒരു രക്ഷയില്ല. കണ്ണി കഴിച്ചിട്ടേ താങ്കളുടെ കണ്ണ് ചീഞ്ഞകൊണ്ടാണോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്? ഒരിക്കലല്ല. അത് വേറെ എന്റെ കണ്ണിൽ മൊത്തം ഈ ഹണിമൂൺ കഴിഞ്ഞു വന്ന എന്റെ ക്ഷീണമുണ്ട്. അതറിയായിരിക്കാൻ വേണ്ടി. കമ്പത്തിന്റെ പരിപാടിയാണോ? എന്ത് പറ്റി? ഭയങ്കര വെടിവെച്ച് തള്ളുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ചെണ്ടയുടെ പരിപാടി ഉണ്ടേ? ഇല്ല. അല്ല, വന്നു പറഞ്ഞാൽ എനിക്കിട്ട് കൊട്ടണം. ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോട്ടെ. പിന്നെ ആരെങ്കിലും ഇതിന്റെ ഈ ഹണിമൂണിന്റെ കാര്യങ്ങൾ വെച്ചൊന്നും പറഞ്ഞ എനിക്ക് ഭയങ്കര നാണമുണ്ട്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ? 2 സൈഡ് സെറ്റായി സ്ഥിതിക്ക് താമസിക്കൂല, സമ്മതിക്കില്ല. എന്റെ മകളില്ലാതെ ഇനി ഒരു പരിപാടി ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. മകൾ എവിടെ? അവൾ ഋഷ്യസിംഗന്റെ കൂടെ. ഞാൻ ഋഷിസിംഗനുമായിട്ട് മഴ നൃത്തം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കുമാരിയുടെ പേര് നീനുകുമാരി. നീനുകുമാരി. നല്ല പേരല്ല? നല്ല പേര്. അങ്ങനെയാണെങ്കിൽ ആസനസ്ഥയായാലും മഴ നൃത്തം പ്രാക്ടീസ് ചെയ്തിട്ട് നനഞ്ഞില്ല കേട്ടാ. അതൊരു ഗംഭീര ഋഷിശൃംഗം. ഡ്രസ് ഇട്ടോണ്ട് അതുപോലെ ഇങ്ങോട്ട് വരില്ല, അത് മാറ്റും. നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. രതിനിർവേദ രാജകുമാരന്റെ കയ്യിരിക്കുന്ന ഹൈബ്രിഡ് COVID-19 എടുത്ത് കളയാൻ പറഞ്ഞു. അത് COVID-19 ഒന്നുമല്ല, എന്റെ രാജാവ് ചെവിയിലിടുന്ന ബഡ്സാണ്. ഇവരൊന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇടിയാവും, ബഹളമായി, യുദ്ധവും. അതെ. പിന്നെ നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. പരിപാടി കൊഴിപ്പിക്കാനായിട്ട് ദേവന്മാരുടെ ഭാഗത്തേക്ക് ഒരാള് ഒരു ഉത്സവമാക്കാൻ വേണ്ടി ദേവാംഗന അപ്സര സുന്ദരി വരുന്നു. ഇനി റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വരുന്നു രചന. ദേവാംഗന രചന. गिरिवरविन्द्यशिरोधिनिवासिनि विष्णुविलासिनि विष्णुनुते भगवति देशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते. നമസ്കാരം രചന. നമസ്കാരം രചന. സത്യം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്നത്. അതെ, ഭൂമിയിൽ ഒരാൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നമ്മൾ പുഷ്പവിമാനത്തിലാ വന്നത്. ഏതിലാ വന്നേ? ഞാനേ ഈ യമദേവൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു എയർവേസ് ഉണ്ട്. അത്ര ഉണ്ടോ? എമിറേറ്റ്സ്. മൊത്തത്തിൽ എന്താ തോന്നണേ ഇവിടെ വന്ന് കേറിയിട്ട് രചനയ്ക്ക് ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്? ആകാശമാണ്. ഞാൻ ത്രിൽഡ് ആണ്. കാരണം നമ്മള് സാധാരണ ഭൂമിയിൽ കളിക്കണത്, ഇപ്പൊ ഞാൻ ഡാൻസറും കൂടിയാണല്ലോ. അപ്പൊ പ്രോഗ്രാം ചെയ്യുന്നത് എന്താ, ഇവരൊക്കെ പറ്റിയിട്ടല്ലേ, ഇവരുടെ കഥകളല്ലേ നമ്മൾ അവതരിപ്പിക്കണേ. ഇവര് ഇവിടെ വന്ന് കാണാനും ഇവരുടെ കൂടെ ഒരു സംസാരിക്കാനും, അതുപോലെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രചനയ്ക്ക് ഇപ്പൊ നല്ല സമയാ. കാരണം ഇപ്പൊ ഇങ്ങോട്ടേക്ക് ദേവലോകത്തേക്ക് വന്ന് പരിപാടി അവതരിപ്പിക്കാൻ പറ്റി. ഭൂമിയിൽ ആൽബങ്ങളുണ്ട്, അതുപോലെ സിനിമകളുണ്ട്.
ഇനിയിപ്പോ ലാലേട്ടന്റെ നായികയായിട്ട് അഭിനയിച്ച് തീർത്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആറാട്ട് അതെ, ആറാട്ട്. ആറായിട്ടാണോ ഇപ്പഴത്തിൽ അഭിനയിച്ചേക്കുന്നത്? ആറാട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഉത്സവമാണ്. അതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കണോണ്ട് ഒരുപക്ഷെ സിനിമയൊന്നുമില്ലല്ലോ. ശരിയാ. ആക്ച്വലി അതും കൂടി കൊണ്ടുവരണല്ലേ. കാലന്റെ കൊച്ചിച്ചോറ് മൾട്ടിപ്ലക്സ് തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് പടം കാല രജനീകാന്തിന്റെ, പിന്നെ രാവണൻ ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോ ദേവന്മാരുടെ സിനിമകളൊന്നും കളിക്കൂ? ദേവന്മാരെ പടം മാത്രമല്ല, നടൻ ദേവനില്ലേ, പുള്ളിയുടെ പടം പോലും അവിടെ പ്രദർശിപ്പിക്കുന്നു. എന്താ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കല്ല, എന്റെ അപ്പൂപ്പന്. കാര്യം ചത്താലും കിളവന്. അയ്യോ, ഒന്നും ചെയ്യില്ല. എന്താ ആളുടെ പ്രശ്നം? എനിക്കറിഞ്ഞൂടാ. എന്താ ഉമ്മ വെക്കണോ? ഇവര് പാരമ്പര്യമായിട്ട് ഉമ്മച്ചന്മാരാ. പറയാറില്ലേ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. അവിടെ ഇരി. അതെ, അപ്പൂപ്പനിന്ന് തുടങ്ങും, അവസാനം ഇങ്ങേരിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്തായാലും രണ്ട് പക്ഷത്തെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് മാത്രം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. രചന ആൽബത്തിലിട്ട അതേ ഡ്രസ് ഇതുവരെ ഊരിയില്ലേ? ഞാൻ അതില് മഹാലക്ഷ്മി ആയിട്ടാണ്. അപ്പൊ നമ്മള് ദേവലോകത്തിലേക്കാണല്ലോ വരണേ. മാത്രല്ല ഇവരെ ദേവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിക്കാൻ വേണ്ടിട്ടാ ഞാൻ വരണേ. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ആയിട്ട് തന്നെ അവിടെ അത് നടപടിയില്ല. അല്ല, നിങ്ങളിപ്പോ ഈ ഗസ്റ്റ് ദേവന്മാർക്ക് അങ്ങോട്ട് കൊടുത്തു, ഞങ്ങൾക്ക് ഗസ്റ്റ് ഒന്നും ഇല്ലേ? നിങ്ങൾക്ക് പറ്റിയ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്നേ. ഇരുന്നോ? നിങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടുവന്നില്ലോ കുടിയോൻ വരുന്നുണ്ട്. കുറെ നേരമായിട്ട് രചന. എന്തായാലും രണ്ട് പക്ഷത്തെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് അവിടെ വലിയൊരു സിംഹാസനം രചനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ ഉപവിഷ്ടയായാലും. എന്താ സിംഹാസനം? സിംഹത്തിനെ ഒന്നും കാണണ്ടേ? നമ്മളാരും ചിരിക്കല്ലേ, അത് അവർക്കുള്ളതാണ്. അതിനുള്ള സ്റ്റാൻഡേർഡ് ഉള്ളൂ അതിന്. ഈ കോമഡി കേൾക്കുമ്പോഴാണ് അസുരന്മാരെയൊക്കെ എടുത്ത് കണ്ടിടാൻ തോന്നുന്നത്. രണ്ടുപേരും ബഹളമുണ്ടാക്കാതെ അടങ്ങിയിരിക്കുക. ദേവാംഗന രചന സീറ്റിലേക്ക് എന്നാലും. താങ്ക് യു. പ്രൊഡക്ഷന്റെ ശ്രദ്ധയ്ക്ക് ഈ പുള്ളിക്കാരി ഇരിക്കുന്നിടത്ത് ബിസ്ക്കറ്റും കുറച്ച് വെക്കണം. നാരങ്ങയല്ലോ ഒന്ന് കൈ നോക്കി, സോറി, നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇടുന്നത്. അതെ, പ്രൊഡക്ഷന്റെ ശ്രദ്ധയ്ക്ക് ഈ പുള്ളിക്കാരി ഇരിക്കുന്നിടത്ത് ബിസ്ക്കറ്റും വയ്ക്കണ്ട, പിന്നെ നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇടണ്ട. അതെ, പരിപാടി നടക്കത്തില്ല. എന്താ നിങ്ങൾ ഓരോ രചന നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഈ പൊങ്ങന്മാരായ ദേവന്മാർക്ക് കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് അവിടെ ഗസ്റ്റ് അവിടെ. ഞാനൊരു കാര്യം പറയട്ടെ, രാജാവൊന്ന് അടങ്ങ്. ഈ ആസുര പരിപാടി ഇവിടെ കാണിക്കല്ലേ. നിങ്ങൾക്കുള്ള ഗസ്റ്റ് വരുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റിയ ഒരു ഗസ്റ്റ്. നിങ്ങൾക്കല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടി വേഗം ഗസ്റ്റ് വിളിക്ക്. ഗസ്റ്റ് വൈകി കഴിഞ്ഞാൽ ഇവര് ചവിട്ടിക്കൂട്ടും. അങ്ങനെയാണെങ്കിൽ അസുരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഗസ്റ്റ് വരുന്നു. തെറിക്കുത്തരം മുറിപ്പത്തൽ. അസുരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഗസ്റ്റ് വരുന്നു. തെറിക്കുത്തരം മുറിപ്പത്തൽ. അവിടെ സുന്ദരിയാണെങ്കിൽ ഇവിടെ കിങ്കരൻ. കരുത്തരിൽ കരുത്തൻ. ശക്തരിൽ ശക്തൻ. യമ കിങ്കരൻ അബു സലിം അസുരൻ. കല്ലു, ദേവന്മാർക്കൊരു ദേവാംഗനെയാണ് നമ്മൾ കൊടുത്തെങ്കിൽ അസുരന്മാർക്ക് കരുത്തന്മാരുടെ കരുത്തനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ സലീം, യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ഭൂമിയിൽ നിന്നൊക്കെ വന്നിട്ട് എന്നാ വന്നത്? വന്നിട്ട് 1-2 ദിവസമായി. ഇതിന്റെ ശിക്ഷാരീതികളൊക്കെ ഒന്ന് കണ്ട് സൂചിക്കുമായിരുന്നു. അതില് ഈ എണ്ണയിലിട്ട് വറക്കുന്ന ഒരു അത് വറുത്തെടുത്ത് വരുന്ന നമ്മള് ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടല്ലോ, അതുപോലെ മുരിഞ്ഞ് ഇങ്ങനെ വരും. ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? ഞാനിവിടെ വരാൻ തന്നെ കാരണം ബൈജു ആസുരനുള്ളതാണ്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ സിൽക്കിന്റെ ഒരു നൈറ്റ് ക്ലബ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരോട് എത്ര മണിക്കാണ് പോണത്? എന്തിനാ, വരാനാണോ? അല്ലല്ല, അച്ഛനും മോനും കൂടെ ഒരേ സമയത്തിന് സിൽക്കിന്റെ ഡാൻസ് കാണുന്നത് ഞാൻ വേറെ സമയം ആക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. ഓഹോ, അല്ല
മോന്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞു വരുന്നത്. അവിടെ സിൽക്കിന്റെ ഡാൻസ് കളിക്കാനുള്ള ഒരു സൗകര്യവും സമ്മതവും മേടിച്ചിട്ട് വന്നാൽ ആണല്ലേ? എന്തിനു സിൽക്ക് ഇവിടെ ഇരിക്കുകയല്ലേ? ഭൂമിയിൽ ഏറ്റവും അവസാനം ഇപ്പൊ അഭിനയിച്ച സിനിമ ഏതാണ്? ഞാനിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഭീഷ്മപർവം എന്ന സിനിമയാണ്. അമൽ നീരദ് സിനിമ, മമ്മൂക്ക ഹീറോ ആയിട്ടുള്ള സിനിമ. ലാലേട്ടന്റെ സിനിമ കഴിഞ്ഞ് വന്ന ഒരാളെയാണ് അവിടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന മമ്മൂക്കയുടെ സിനിമ കഴിഞ്ഞ് വന്ന ഒരാളെ. ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഈ പൊരുത്ത കേടുണ്ടല്ലോ, അത് ഇവിടെയും കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ അബു അവസര ചെന്നാലും അങ്ങനെ എന്താണ് സംഭവം? അബുക്ക് അവിടെ ഇരുന്നോട്ടെ. ഞാൻ അബുക്കേനെയല്ല നോക്കിയത്, പിന്നെ ഞാൻ ദേവാംഗനെയാണ് നോക്കിയത്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്. കാര്യമെല്ലാം കൊള്ളാം, ആ ടീമിൽ നിങ്ങളെ കൊണ്ടേ കൊടുത്തു. പക്ഷെ ദേവാംഗനെയാണ് എനിക്ക് വേണം, ഞങ്ങളുടെ ടീമിന് വേണം. ഈ ദേവന്മാർക്ക് വേണ്ടിയാണ് ദേവാംഗനെ കൊണ്ടുവന്നത്, അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ് അബുക്കയെ കൊണ്ടുവന്നത്. അല്ലല്ല, ദേവന്മാർക്ക് മാത്രമല്ല അസുരന്മാർക്കും വേണം. നമ്മുടെ നാട്ടിലെ കൊണ്ടുവന്നിരിക്കുന്നത്. അസംഭവ്യം, അസംഭവ്യം, ഒരിക്കലും നടക്കില്ല. ദേവാംഗനയെ വേണം. എന്റെ ദേവാംഗനയെ സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങൾ ദേവന്മാരുടെ കബന്ധങ്ങളിൽ ചവിട്ടിയേ നിങ്ങൾക്കതിന് സാധ്യമാകൂ. ഇവിടെ കബന്ധവും പ്രബന്ധമൊന്നുമില്ല, എനിക്ക് എന്റെ ദേവാംഗനെ കിട്ടിയേ പറ്റുള്ളൂ. പ്രബന്ധം തയ്യാറാക്കാൻ ഞാൻ ഡോക്ടർ സണ്ണിയല്ല മിസ്റ്റർ അസുര. ആയുധമെടുക്കി. ഇവിടെ രക്തപങ്കിലമാക്കരുതേ. ഇതെന്താന്ന് വെച്ചാൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമല്ല, ഇവിടെ നടക്കാൻ പോകുന്ന ഒരു അംഗമാണ്. ദേവാംഗനെ തരാം, അടങ്ങ്. നമുക്കൊരു ഒത്തുതീർപ്പിലേക്ക് എത്താം. നിങ്ങൾ രണ്ട് ടീമുകളുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു മത്സരം 3 റൗണ്ടുകളായിട്ട് നമുക്കൊരു മത്സരം സംഘടിപ്പിക്കാം. ഈ 3 റൗണ്ടുകളിൽ 2 റൗണ്ടിലെങ്കിലും ആരെങ്കിലും വിജയിച്ചാൽ അവർക്ക് നമ്മൾ ദേവാംഗനെ കൊടുക്കും. പക്ഷെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒരു അംഗത്തിന് പോലും ബാല്യമില്ലാത്ത ഇയാൾക്ക് എന്തിനു കൊടുക്കുന്നത്? ഓക്കെ, രണ്ടുപേരും പിരിഞ്ഞു പോക്കോ. നമ്മളൊരു മത്സരം സംഘടിപ്പിക്കുന്നു, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള അംഗം. നമുക്ക് എന്തായാലും 2 ടീമുകളായിട്ട് നിർത്തിയിട്ട് മത്സരം തുടങ്ങാം. മത്സരമല്ല, അംഗം തുടങ്ങാം. പടക്കോപ്പുകൾ വരട്ടെ. എന്നാ കോപ്പായാലും ഇവനെ ഞാൻ തീർക്കും. നമ്മുടെ മത്സരം തുടങ്ങാനുള്ള സമയമായിരിക്കാണ്. ഈ ദേവഗണങ്ങൾ ജയിക്കോ അസുരഗണങ്ങൾ ജയിക്കോ, ആര് ജയിക്കോന്നാ നിങ്ങളുടെ ഒരു ഇത്? എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ദേവന്മാര് തന്നെ ജയിക്കും. അത് നിങ്ങൾ അസുരന്മാരെ അങ്ങനെ പറയരുത്. കേരളം ഇപ്പൊ ഭരിക്കുന്ന മഹാബലി അസുരനാണ്. കേരളം ഇപ്പൊ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. മഹാബലി പണ്ട് ശാസ്ത്രം ജയിച്ചു, ആ അസുരന്മാര് തോറ്റു. ഓ, എടുത്തെറിയടേ, എടുത്തെറിയടേ, അത് പൊതിഞ്ഞെറി. ഹരിത മൈക്ക് പറ, മൈക്ക് പറയട, മൈക്ക് പറ. അത് നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊന്നെ പോറ്റീന്ന് പറഞ്ഞ് വളർത്തുന്ന കൊച്ചാണ്. അതിന് മാത്രമേ എന്റെ അടുത്ത് ആത്മാർത്ഥതയുള്ളൂ. നിനക്ക് അങ്ങനെ എന്തെങ്കിലും വിറ്റ് പറയാൻ തോന്നുന്ന സമയത്ത് ഇനി അവളെ മാത്രം വിളിച്ചോണ്ട് മാറ്റിയിരുത്തി. സീരിയസ് ആയിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഹരിതയുടെ ചെവി പറയടേ, ഞങ്ങളെ എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു? ഞങ്ങൾ തോറ്റിട്ടുണ്ട് പലവട്ടം, ഇനി ഞങ്ങളെ തോപ്പിക്കാനാവില്ല മക്കളെ. ഇപ്പൊ കാണിച്ച കോമഡി എന്തോ പോലെയൊക്കെയാണ് നിങ്ങൾ കൊടുക്കുക. ഇല്ല, അത് കൊടുക്കൂല. അതിവിടെ അരി വയ്ക്കുമ്പോ കത്തിക്കാനുള്ളതാണ്. നമ്മൾ ഇങ്ങനെ കോമഡി പറഞ്ഞിരുന്ന ഈ മത്സരം മുന്നോട്ട് പോകൂല. ആദ്യത്തെ മത്സരം വരുന്നു, പ്രോപ്പർട്ടി വരട്ടെ. അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഒരു ചെറിയ ഇടവേള. മോഹിനിയെ സ്വന്തമാക്കാനുള്ള അംഗം ആരംഭിക്കുകയാണ് റോക്ക് ആൻഡ് റോളിന്റെ വേദി. ദേവന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് നിങ്ങൾ കൊണ്ടുവന്നതാണ് മോഹിനിയെ. പക്ഷെ അതിനെ സ്വന്തമാക്കാൻ കൂടിയാണ് നമ്മുടെ അസുരന്മാർ മത്സരിക്കുന്നത്. അതിനെ വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ്.
ആദ്യം നൃത്ത മത്സരമാണ്. ഒരാൾ ഏതെങ്കിലും ഒരു ടീമിലെ ഒരാൾ ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യണം. അതെ. ഈ ഡാൻസ് തകർക്കാനായിട്ട് മറു ടീമിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രഹങ്ങൾ. അതെ. ഗ്രഹപ്പഴക്ക് ഇത് തലക്കങ്ങനെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതൊരു ഉപഗ്രഹം അല്ല, ഉപദ്രവമാവും. അതെ. അപ്പൊ അത് കാരണം കൊണ്ട് ഈ 2 ഗ്രഹങ്ങളും കൂടെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി വിട്ടിട്ട് ഇവിടെ ഡാൻസ് കളിക്കുന്നത് ആരാണോ അവരെ നിലത്ത് വീഴ്ത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഇനി ഇവിടെ നിന്ന് നൃത്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കൊരു ത്രില്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പാട്ട് മാറ്റി കൊടുക്കും. അതെ. അപ്പൊ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്നവർക്കാണ് ഇതിൽ സമ്മാനം കിട്ടുക. അതെ. അങ്ങനെയാണ് നമ്മുടെ മോഹിനിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മോഹിനി തീരുമാനിക്കും. മോഹിനിയും മോഹനും കൂടെ അല്ല, മോഹിനി മോഹനല്ല, മോഹിനിയും അബൂക്കയും കൂടെ തീരുമാനിക്കും. അങ്ങനെ പറ. അവരെ 2 പേരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്ന് കണക്കാക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ മോഹിനിയുടെ കാര്യം ഞാൻ പറയാം. മോഹിനിക്ക് അസുരന്മാരെന്നും ദേവന്മാരെന്നും ഒന്നുമില്ല. പുള്ളിക്കാരത്തേക്ക് ആരെ ഇഷ്ടപ്പെടുന്നു അതിനെ നോക്കി ലൈക്ക് കാണിക്കുക, എല്ലാത്തിനും നോക്കി ഡിസ്ലൈക്ക് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ അംഗം തുടങ്ങട്ടെ. ആള് വരട്ടെ, പാട്ട് വരട്ടെ. ആദ്യം ദേവഗണത്തിൽ നിന്നും ആരാണ് വരുന്നത്? അപ്പൊ ഒരു കാര്യം, ഈ മത്സരത്തിൽ ദേവഗണവും അസുരഗണവും സമനിലയിൽ വന്നാൽ ഈ മോഹിനിയെ ഞാനിങ്ങ് എടുക്കും. തൃശ്ശൂരിന്ന് വന്നാരെ കൊണ്ടാണോ ഇത്? ഞാനങ്ങ് എടുക്കുക. തൃശ്ശൂർക്കാരി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാത്തു ഒരു റിക്വസ്റ്റ് ഉണ്ട് അപ്പൂപ്പന്. ഈ ഗെയിം എല്ലാം രചനാദേവിയുടെ മുമ്പിൽ ഇരുന്ന് കാണണമെന്നും പറഞ്ഞിട്ട് അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്ന് കൊണ്ട് അപ്പൂപ്പൻ വെച്ചിട്ട് വന്നോട്ടെ. ഈ അസുര രാജാവിന്റെ അപ്പൂപ്പനുണ്ടല്ലോ, കേരളത്തിലെ മുഴുവൻ ട്രാൻസ്ഫോമറിലും ഉണ്ട്. എന്തുപറ്റി? ഈ അപ്പൂപ്പൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എനിക്കൊരു സുഖമില്ല കേട്ടോ. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് മാറ്റിക്കളെ, അപ്പൂപ്പനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൂപ്പനായോണ്ട് രക്ഷപ്പെട്ട്. ആ ബൈജാസുരനാണ് വരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ നോട്ടമായിരിക്കില്ല, വേറെ വലുതോ. അതിനാണ് ഞാനിവിടെ അബൂക്കേനെ കൊണ്ടുവന്നിരുത്തിക്കണേ. പേടിക്കണ്ട. ഒരു പണി ചെയ്തോ, ആ അപ്പൂപ്പനെ ഇങ്ങോട്ട് തന്നേ. ഈ ബൈജാസുരന്റെ കയ്യിൽ തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. അത് കറക്റ്റ് സ്ഥലം അവിടെ തന്നെ. ഈ പുള്ളിക്കാരന്റെ അപ്പൂപ്പനുണ്ടല്ലോ, ഭയങ്കര പീഡനവീരനായിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞിട്ട് തല്ലിക്കൊന്നു. ആ തല്ലിക്കൊന്ന കമ്പയിലാണ് അപ്പൂപ്പന്റെ തലവെട്ടി വെച്ചേക്കുന്നത്. എന്റെ അപ്പൂപ്പനെ കളിയാക്കണേ. ബൈജാസുര ഒന്നിരിക്കോ? ഒരു രാജാവാണോ? പെട്ടെന്ന് മോങ്ങിക്കൊണ്ടിരിക്കുവോ? നമുക്ക് ആദ്യത്തെ ആളെ വിളിച്ചാലോ? ആദ്യത്തെ ആളെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഉല്ലാസകുമാര രാജൻ വന്നിട്ട് ആദ്യം മത്സരിക്കട്ടെ. ഉല്ലാസകുമാര രാജൻ അങ്ങ് വരൂ, അങ്ങ് മത്സരിക്കൂ. എന്താണ് സംശയം? ഈ കൽമണ്ഡപത്തിന് മുകളിൽ നിന്നാണ് അങ്ങ് മത്സരിക്കേണ്ടത്. താങ്കളുടെ അരയിൽ കെട്ടിയേക്കുന്ന എല്ലാം ടൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചത്? നമ്മുടെ അരിഞ്ഞാണം കണ്ടോ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെറുതായിട്ടൊരു സൈഡിൽ നിന്ന്. കറുത്തൊന്നുമില്ല, നിങ്ങളുടെ അവിടെ അരഞ്ഞാണോ എന്നാണോ പറയുന്നത്? നിന്റെ അവിടെ താലിമാല എന്നായിരിക്കും പറയണത്. അല്ല, നിങ്ങളുടെ ഈ കറുത്ത ചരടിനെ അരഞ്ഞാണോ എന്നാണോ പറയുന്നത്? അവിടെ അടിച്ചു കഴിഞ്ഞാൽ അത് ചീറ്റി. ഇത് അസുര മഹാരാജനല്ല, അഴുക്ക മഹാരാജൻ. ഭൂമിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെ ഭൂമിയിൽ മാത്തു എന്താണ് പേര്? കല്ലു. നല്ല കല്ലുണ്ട്. മാത്തു എന്തോ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെ ഈ അംഗം നടത്താൻ പ്രയാസമാണ്. നമുക്ക് തുടങ്ങാം. അവിടെ നിന്ന് 2 പേര് ആരൊക്കെയാണ്? ഈ ഗ്രഹം തിരിക്കാൻ ആരൊക്കെയാണ്? ഹരിതാസുര, സജനാസുര. ഒരു കാര്യം ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ കുറെ നേരം കൊണ്ട് പറയണമെന്ന് വിചാരിക്കാം. അഖിലസുര, ഒരു 2 ആഴ്ചത്തേക്ക് ആ മനുഷ്യനെ വിട്ടു തരണം. എന്തിന്? ട്യൂഷൻ കൊടുക്കാൻ. കുറച്ച് ഇത് നല്ല സാധനം. അത് പറഞ്ഞോ? ചീറ്റിപ്പോയി. ഇല്ലില്ല, അത് പറയണം. അത് കേൾക്കണം, അത് കേൾക്കണം, എനിക്ക് കേൾക്കണം, ശരിക്ക് കേൾക്കണം. അത് പറ. ഇല്ല, പ്ലീസ് പറയില്ല. പ്ലീസ് പ്ലീസ്. വേണ്ട. പിന്നെ എപ്പോഴേലും ഞാൻ അടിച്ചോളാം. നിങ്ങളുടെ സമയം ഇതാ മുഴങ്ങുകയായി.
രാജകുമാരനും രാജകുമാരിയും തോളിലേറി തുള്ളേണം എന്റെ ഉല്ലാസകുമാരൻ, അങ്ങയുടെ നൃത്തം എങ്ങനെയുണ്ടായിരുന്നു മോഹിനി പറയൂ. ഞാൻ വാക്കുകൾ കൊണ്ട് പറയണോ അതോ ആക്ഷൻ കാണിച്ചു പറയണോ? ആക്ഷൻ കാണിച്ചോ. എന്തിനാ കരയുന്ന വീണ്ടും? ലൈക്ക് ഒരുപാട് കിട്ടി, സന്തോഷമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി നമ്മുടെ മോഹിനിയെ സ്വന്തമാക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗോകർണം മുതൽ കന്യാകുമാരി വരെ അമ്മാതിരി ഏറല്ലേ രാജൻ ഇറങ്ങിയാലും അസുരവംശത്തിൽ നിന്നും ഇനി ഈ മത്സരത്തിന് വേണ്ടി അംഗം കുറിക്കാനെത്തുന്നു സജനാസുര. സജനാസുര റെഡിയായി കഴിഞ്ഞു. ഇനി ദേവഗണത്തിൽ നിന്നും ആരൊക്കെയാണ് സജനാസുരയെ അടിച്ചിടാൻ വരുന്നത്? സാജൻ സൂര്യകുമാരൻ, പിന്നെ അർജുനകുമാരൻ. അംഗം തുടരട്ടെ, പാട്ട് മുഴങ്ങട്ടെ. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സജനാസുര നൃത്തം ചെയ്തിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് ദേവാംഗണ? ഇത് ഞാനല്ല പറയണ്ടേന്ന് എനിക്ക് തോന്നുന്നു. അല്ല കൊള്ളൂലെന്ന് പറഞ്ഞാലേ ചുമ്മാ. അല്ല, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പറയും പക്ഷപാതം പറയാനെന്ന്. അതുകൊണ്ട് അബുക്കേനെ ഇതിന്റെ ഡിസിഷൻ പറയാനായിട്ട്. ഇത് ഡാൻസ് ചെയ്യുമ്പോഴും ബോള് വന്ന് അടിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻസ് ഒട്ടും അതിന്റെ ആ ഡാൻസിന്റെ രീതിയിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവർക്കും ആ അഭിപ്രായം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ചെറിയൊരു ഡിസ്ലൈക്കാണ്. മത്സരം മുറുകയാണ്. ഇപ്പൊ ദേവഗണത്തിന് ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോഴും അസുരഗണം 0-ൽ തന്നെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ദേവഗണം മത്സരിക്കാൻ വരികയും. അതെ, നീനുകുമാരിയാണ് ഇനി മത്സരിക്കാൻ വരുന്നത്. നീനുകുമാരി വരൂ.
നീനുകുമാരി എത്തിയിരിക്കുന്നു. ഇനി നീനുകുമാരിയെ തകർക്കാനായി അസുരഗണത്തിൽ നിന്നും ആരൊക്കെയാണ് വരുന്നത്? നിർവേദകുമാരൻ, അഖിലാസുരൻ, കല്ലു. മത്സരം തുടങ്ങട്ടെ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. നീനുകുമാരി എന്ന് പറയുന്നുണ്ടല്ലോ വളരെ കിളുന്ത് കൊച്ചാണ്. അതെ. അപ്പൊ ഈ രണ്ട് അസുരന്മാർ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇമാതിരി തകർക്കിൽ ചേർത്ത് കഴിഞ്ഞാല് നീനുകുമാരി വീഴും. നീനുവിന് എന്താ പറയാനുള്ളത്? നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. പക്ഷെ അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്, ഭയങ്കര ശക്തി. ഞാൻ പാവം പാവം ഒരു പെൺകുട്ടി. അതെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മത്സരം? ഇവരിത് ചുമ്മാ എപ്പോഴും ഇത് കാണിക്കാൻ വേണ്ടിയിരിക്കണം. ഒന്ന് ഈക്കലാക്കാനുള്ള ശ്രമമാണ് മോനെ. ഇപ്പൊ ഒരു പോയിന്റ് ഉള്ളത് ദേവഗണങ്ങൾക്ക് മാത്രമാണ്, അസുരഗണങ്ങൾക്ക് 0 ഇപ്പോഴും. അപ്പൊ ഇനി ഒരു കളിയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ മാത്രമാണ് അസുരഗണത്തിന് ഒരു പോയിന്റ് കിട്ടുക. അങ്ങനെ സമനില വന്നാൽ അബൂക്ക മോഹിനിയെ കൊണ്ടുപോകും. അങ്ങനെയൊന്നും പറയാറായിട്ടില്ല കല്ലു. ഈ ഘട്ടത്തിൽ തന്നെ ഇനി ഒരാൾ കൂടി മത്സരിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 റൗണ്ട് മത്സരങ്ങളുണ്ട്. നമ്മൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കാൻ പറ്റുള്ളൂ. അത് ശരി. എന്റെ സംശയം അബൂക്ക മോഹനനായി പോകത്തേ ഉള്ളെന്നാണ്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. കല്ലു, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ വിളിക്കാം. നൃത്ത മത്സരത്തിൽ ഇനി അസുരഗണത്തിൽ നിന്നും ഏറ്റവും അവസാനത്തെ ആൾ വരുന്നു, അഖിലാസുരൻ. നൃത്തമണ്ഡപത്തിൽ അഖിലാസുരൻ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഇനി നൃത്തം തുടങ്ങാൻ പോവുകയാണ്. ഈ നൃത്തത്തിന് തടയിടാൻ ദേവഗണത്തിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഹണിമൂൺ കഴിഞ്ഞതുള്ളൂ, അത് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം. എന്റെ ഭാര്യയെ എന്നേക്കുമായി നിന്റെ ഹണിമൂൺ ഞാൻ ഇന്ന് കഴിക്കും. ഇല്ല, ഹണി ഇവിടെ തന്നെ കാണും, മൂണേ പോവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങുന്നു. മ്യൂസിക് മുഴങ്ങട്ടെ. ഷേപ്പില്ലാതെ എറിഞ്ഞിങ്ങേരാണ്. നിങ്ങളെ രാജാവിന്
ഈ മുടി വേണമെങ്കിൽ നേരെ ഞങ്ങളുടെ അടുത്ത് അങ്ങ് വരാൻ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ രോമത്തിന്റെ വിലയില്ല നിനക്കൊന്നും. ഞങ്ങൾ നിങ്ങൾക്ക് ഇതാ ഈ വിലയെ തന്നിട്ടുള്ളത് കൂടി. കണ്ടാ ഞങ്ങൾ അസുരന്മാരാണെങ്കിലേ പരസ്പര സ്നേഹമുണ്ട്, മനസ്സിലായ? അതെ അതെ. ആദ്യഘട്ടം അവസാനിക്കുന്ന സമയത്ത് മോഹിനിയും അവിടെ നമ്മുടെ മോഹനനും അവര് ജോയിന്റ് ആയി. മോഹിനിക്ക് മോഹനനും എന്താ പറയാനുള്ളതെന്ന് അറിയണ്ടേ? മോഹിനി എങ്ങനെയായിരുന്നു? അഖിലാസുരന്റെ പെർഫോമൻസ് വളരെ അധികം ഇഷ്ടമായി. നീലകുമാരി വീണു, ഇദ്ദേഹം വീണു. പക്ഷെ വീഴുന്നതിന് മുൻപ് വളരെ താളാത്മകമായി ആ ബോള് വരുന്നതിനനുസരിച്ചുള്ള നൃത്ത ചുവടുകൾ വെച്ച് മനോഹരമാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ലൈക്ക് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാനൊരു കാര്യം മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറയണ്ട, ഇത് സൈക്കോളജിക്കൽ മൂവാണ് വന്നു. സമനിലയിലായിട്ട് കുമാരിയെ സ്വന്തമാക്കിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ ബലിയാടാക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ അഖിലാസുരൻ എന്താ പറയണേ? ഡിസ്ലൈക്ക് തരണം എന്നാണോ? ഞാൻ തോറ്റാലും കുഴപ്പമില്ല, നിങ്ങൾ ഒരുമിക്കണ്ട. മോഹിനി ചേച്ചിക്ക് ഞങ്ങളുടെ അടുത്ത് വരണമെന്നില്ല. നിങ്ങളോട് തന്നെയാണ് എനിക്ക് കൂറുള്ളത്. പക്ഷെ എനിക്ക് എന്തോ അഖിലാസുരന്റെ ആ നൃത്തം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റിയില്ല. അതൊരു തെറ്റാണോ? ഭൂമിന്ന് അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറയുന്ന വാക്കുകൾക്ക് വില വേണം, വില കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമനിലയാണ്. അതെ, ഒരു സംശയം വേണ്ട. ആദ്യത്തെ ഘട്ടം സമനില. ഇനി എന്തായാലും നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള കനത്ത പരീക്ഷണം. അതെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനിത് പറഞ്ഞു നിർത്തുമ്പോണ്ടല്ലോ, ക്ഷണിച്ചില്ലേ? ക്ഷീണിച്ചു. ഭൂമിയിലാണെങ്കിൽ നമുക്ക് പപ്സ് നാരങ്ങ വെള്ളം കിട്ടാൻ. ആ ചെറുപ്പക്കാരടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു മുട്ട പപ്സെങ്കിലും ഒപ്പിച്ചെടുക്കാം. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇല്ല. ഇനി നമ്മൾ സ്വർഗ കഫേയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക്, അതിനുശേഷം ഞങ്ങളൊരു മുട്ട പപ്സ് വെച്ചിട്ട് വേഗം തിരിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോ ശക്തി പരീക്ഷണവും ബുദ്ധി പരീക്ഷണവും തുടരും. ഇവിടെ ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ ഭയങ്കര ചിരിച്ച് കൈകൊട്ടി നിന്ന ആളല്ലേ അബുക്ക? അതെ. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഭൂമിയിൽ നിന്ന് കാശൊക്കെ കൊടുത്ത് ഫ്ലൈറ്റും കയറ്റി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ കാശിന് മുതലാവുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അബുക്ക വരുന്നു ഇനി ഈ വേദിയിലേക്ക് മോഹിനിയെ സ്വന്തമാക്കാൻ. മോഹിനി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇതിന് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മത്സരമല്ല, ഒരു ഷോ. ഒരു ഭാഗത്തുനിന്ന് അശ്വതി തമ്പുരാട്ടിയും അവിടുന്ന് ബൈജാസുരൻ. മത്സരം തുടങ്ങട്ടെ, പാട്ട് മുഴങ്ങട്ടെ. കത്തേരിക്ക കൂട്ട് പഠിച്ച് പോരട്ടെ നിൻ പാട്ട്. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി ഞാനൊരു കാര്യം പറയട്ടെ, മിസ്റ്റർ ഇന്ത്യയുടെ മാനം കാത്തത് ഞാനാണെന്ന് എങ്ങാനും അങ്ങനെ അഴിഞ്ഞു പോയിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ഒരു മത്സരം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മോഹിനിയെ സ്വന്തമാക്കി കഴിഞ്ഞേ. നമ്മളെല്ലാവരും ചിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും മോഹിനിക്ക് ചെറിയൊരു വിഷമം തോന്നുമല്ലോ, അതുകൊണ്ടാ. എനിക്ക് അങ്ങനെ ഒരു വിഷമവും ഇല്ല. ഇല്ല ഇല്ല, ഞാനല്ലേ കാണിച്ചു തന്നത്. മോഹിനി എന്താ ഉദ്ദേശിച്ചത്? കളി തുടരട്ടെ. ശരിക്കും മോഹിനി എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമല്ല, ഞാനാണ് അദ്ദേഹത്തിന്റെ മുണ്ടഴിഞ്ഞു പോകുന്നു എന്ന് എല്ലാരോടും പറഞ്ഞു ഓളിയിട്ടത് എന്നാണ്. ഒരു മനുഷ്യന്റെ മുണ്ടഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓളിയിട്ട് നാട്ടുകാരെ അറിയിക്കുക ചെയ്യാ. പിന്നെ മുണ്ടഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം എനിക്കിവിടെ. ഓക്കെ, മത്സരം തുടരട്ടെ, പാട്ട് വരട്ടെ. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി നിന്റെ ചോടിയിൽ വീരിയും അലറിനാളികൾ മറിഞ്ഞു വരും. എന്തായാലും ഇനിയിപ്പോ ഒരു ദേവാംഗനയുടെ ഒരു ഡാൻസും കൂടെ വേണം. അല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ട്. ദേവാംഗന വരണം, ദേവാംഗന വരണം.
രചനയുടെ നൃത്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആരാണ് ദേവലോകത്ത് നിന്ന് വരുന്നത്? നീനു രാജകുമാരി. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആരാണ്? പ്രതിനിർവേദ അസുരൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മത്സരം ആരംഭിക്കുന്നു. സംഗീതം മുഴങ്ങട്ടെ. കണ്ണിപ്പെണ്ണെ കങ്കതളിത്തേനെ കണ്ടവടെ കട്ടെടുത്ത പട്ടുനിലാവേ കണവെന്തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ നമ്മുടെ രജനിർവേദ കുമാരന്റെ ഭാഗത്തുനിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ, ഒരു സമീപനമായിരുന്നു. ഒരു അസുരനാണോ എന്ന് പോലും എനിക്ക് സംശയം. അതെ അതെ, അത് കഴിഞ്ഞിട്ട് അഖിൽ 2 പ്രാവശ്യം വന്ന് ആ ബോൾ എറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശക്തമായിട്ട് എറിയായിരുന്നു. അതെ, ഒരു അനക്കം കിട്ടിയപ്പോഴാണ്. അല്ല, ഇടയിൽ അഖില വന്നു. അത് കളിക്ക് എതിരാണ്. പിന്നെ നിങ്ങളിവിടെ രണ്ടുപേരുടെ നിയമത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല ഇക്കിളി. ഇതെന്താ അസുരനായിട്ട് ഒരു സ്ട്രോങ് അല്ലല്ലോ. ഞാൻ അസുരനാണെങ്കിൽ ഇക്കിളിയുടെ കാര്യത്തിൽ ഞാൻ രാജാവാണ്. ഇല്ല, താങ്ക് യു. അതിന്റെ ഇടയിൽ കയറി അതും കൂടെ വേണം, എല്ലാം വേണം ഇയാൾക്ക്. അച്ഛനൊക്കെ ഇയാളെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് നാളെ പൂർവാധികം ശക്തിയായി നമുക്ക് മത്സരങ്ങൾ തുടരാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്വീകാര്യം. തൽക്കാലം നമ്മൾ ഇന്നത്തെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ടീം അസുരന്മാരും ടീം ദേവന്മാരും വരും. നാളെ കാണാം.